എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷമൊക്കെ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മോമോസ്. എല്ലാവർക്കും അറിയാമല്ലോ, ചിക്കൻ മോമോസ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ മോമോസ് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡോ ഒന്ന് കുഴച്ച് വെക്കാം. 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഏതായാലും കുഴപ്പമില്ല. 1 കപ്പ് മൈദപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ, ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ലുക്കുമം വാട്ടറാണ് എടുത്തേക്കുന്നത്, ഒരുപാട് ചൂടും വേണ്ട, എന്നാൽ തീരെ തണുത്ത വെള്ളമായി പോകില്ല. ചിക്കൻ മോമോസ് നമ്മളിന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ മോമോസ് പല ടൈപ്പ് ഉണ്ട്. ചിക്കൻ മോമോസ് സ്റ്റീം ചെയ്തെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ നിന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി കുറച്ച് ലുക്കുമം വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് മാവ് നന്നായിട്ട് ഇളക്കി എടുക്കുക. മാവൊന്ന് കുഴച്ച് റെഡിയായി കഴിഞ്ഞിട്ട് നമുക്കൊരു 15 മിനിറ്റ്സോളം ഒരു ഡാം ക്ലോത്ത്, ഒരു ചെറിയ മോയ്സ്ചറുള്ളൊരു ക്ലോത്ത് യൂസ് ചെയ്തൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോഴത്തേന് ആ ടൈമിൽ നമുക്ക് ബാക്കി ഓണിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ മാവിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1 കപ്പ് തൊട്ട് 1.5 കപ്പ്, നിങ്ങൾക്ക് എത്ര പോർഷൻ ചിക്കൻ എടുക്കുന്ന അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് പരത്തി ഇച്ചിരി ഒരു ഓയിലൊന്ന് തടവി, ഞാൻ ഇച്ചിരി ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു. എന്നിട്ട് ടേബിൾ ടോപ്പിലിട്ടും പരത്തിയെടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഇത് ഒരു മോയ്സ്ചർ ക്ലോത്ത്, ഒരു നല്ലൊരു ക്ലീൻ ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് പിഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു ചെറിയ മോയ്സ്ചർ വേണം. അപ്പോൾ എടുത്തിനി ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞ് വന്ന് നമുക്ക് എടുത്തിട്ട് വീണ്ടും ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. എന്നാൽ ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകില്ല, ജസ്റ്റ് ഒന്ന്, അതായത് കുഞ്ഞ് പീസസ് അരിഞ്ഞാൽ അത്ര എഫക്റ്റ് വരത്തില്ല. അപ്പോൾ മിക്സിയിൽ ആ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ആ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹോൾ ചിക്കൻ ബ്രസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ചിക്കൻ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിൽ ചെറിയ ജാർ യൂസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പ്ലേറ്റിലേക്ക് ഇട്ടു. ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാ പോർഷനും നന്നായിട്ട് അരഞ്ഞിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ച് കളയല്ല. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു. നമുക്ക് സോയ സോസ് ഒഴിച്ചു. പിന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൊടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് പെപ്പർ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി സോയ സോസ് ഒഴിച്ച് സോയ സോസിന് ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചിക്കൻ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക്, ഞാനിവിടെ ഒരു ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് അതും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ധാരാളം ഇടാം. പിന്നെ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. അതിനകത്ത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പം ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ മോമോ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഓയിലിൽ നമ്മൾ ഉണ്ടാക്കുന്ന മോമോസ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും കുരുമുളക് പൊടിയെല്ലാം എല്ലായിടത്തും എത്തണം.
ചിക്കൻ മോമോസിൻ്റെ മിക്സ് റെഡിയായി, ഡോ റെഡിയായി. നമ്മൾ ഡോ ഇവിടെ ഒരു ചെറിയ മോയ്സ്ചർ ക്ലോത്ത് കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സ് അതെടുക്കും. ഇതൊരു 10 മിനിറ്റ്സ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഈ ടൈമിൽ നമുക്കിനി ഒന്ന് സ്റ്റീമർ റെഡിയാക്കാം. മോമോസിൻ്റെ പ്രത്യേകതരം പാത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊന്നും വേണ്ട, നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊന്ന് സ്റ്റീമർ റെഡിയാക്കി എടുക്കാം. ഇതൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് സ്റ്റീമർ ആദ്യം റെഡിയാക്കി വയ്ക്കാം. നല്ലതായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മോമോസിനകത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ളൂ. മോമോസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ചെറിയ അരിപ്പ പോലത്തെ സാധനം കിട്ടുമല്ലോ, അതായാലും മതി. എങ്ങനെയായാലും സ്റ്റീം മോൾട്ട് വരുന്ന ടൈപ്പ് സെറ്റിങ്സ് ആയിരിക്കണം. അപ്പോൾ അത് റെഡിയാക്കി വെക്കാം. നമുക്കൊന്ന് അടച്ച് ഒന്ന് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ ടൈമുകൾ നമുക്ക് മോമോസ് റെഡിയാക്കാം. ഡോ ഇപ്പോൾ ഒരു 20 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഡാം ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ക്ലീൻ ഫിലിം എന്തായാലും ഇതിൻ്റെ ഈർപ്പം പോകരുത്, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പം ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിനനുസരിച്ച് ഓരോ മാവിൻ്റെ ബോൾസായിട്ട് എടുക്കുക. ഞാൻ ആദ്യം ഒരെണ്ണം കാണിച്ചു തരാം. ഇങ്ങനെ ഉരുട്ടി നമ്മൾ പരത്തി ഷീറ്റ്സ് എല്ലാം ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷം മോമോസ് ഇട്ടാൽ മതി. അതാകുമ്പോൾ എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുക്കും, മോമോ ഫില്ല് ചെയ്യും, വളരെ നല്ലത്. അപ്പോൾ ഇതൊരു റോൾ. ഇനി ഈ ക്ലോത്ത് ഇതിനെ തന്നെ കവർ ചെയ്ത് വെക്കണം. ആദ്യം നമുക്കൊരു കാണിച്ചു ചെയ്യാം. എല്ലാം റോൾസ് ആക്കി ഇട്ടാം. എന്നിട്ട് നമുക്ക് ബാക്കി തുടങ്ങാം. നമ്മളെല്ലാം ഓരോ ഉരുളകളാക്കി ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി ഈ തുണി നന്നായിട്ട് മൂടി വെക്കാം. നമുക്കിനി ഓരോ റോളെടുത്തൊന്ന് പരത്തി റെഡിയാക്കാം. ഇത് പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല തിൻ റോളായിട്ട് പരത്തുക. ഷേപ്പൊന്നും വലിയ കാര്യമില്ല. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്താൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാൻ കുഴപ്പമില്ല. ഇതുപോലെ ഓരോരോ റൗണ്ട് തിൻ ഷീറ്റായിട്ട്, ഇപ്പം നമ്മൾ നല്ല തിൻ ഷീറ്റാണ്, തിൻ ഷീറ്റായിട്ട് പരത്തി എല്ലാം ഒന്ന് പരത്തി മാറ്റി വയ്ക്കും. ഇപ്പോൾ നമ്മൾ 10 ഉരുളകളുണ്ട്, അത് 10 ഒന്ന് പരത്തി മാറ്റി വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബോൾസാക്കി ചിക്കൻ വെച്ച് കൊടുക്കണം. കുറച്ച് ചിക്കൻ എടുക്കുക, മിക്സിലേക്ക് വെക്കുക. വെച്ച് കൊടുത്തു. ഇത് എക്സാക്ട് മോമോയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേണിനനുസരിച്ച് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും എങ്ങനെയായാലും ഒരു റോളിങ് പല ഷേപ്സ് ഉണ്ട് മോമോസിന്, അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങ് സീൽ ചെയ്യുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക ചെറുതായിട്ട്. നമ്മുടെ മോമോസ് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ മോമോസും ഇങ്ങനെ, ഞാനിപ്പോൾ ആദ്യം ഒരു 5 എണ്ണം, ഫസ്റ്റ് സെറ്റിൽ ഒരു 5 എണ്ണം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട്. ഓയിൽ പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നിനോട് ഒട്ടാതെ വേണം വെച്ച് കൊടുക്കാൻ. നമുക്ക് നമ്മുടെ 5 മോമോസ് ആദ്യം നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു 20 മിനിറ്റ്സ് ഇത് ഹൈ ഫ്ലെയിമല്ല, അത് മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കണം. ലോ ഫ്ലെയിം ആവാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ അത് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം നമുക്ക് റെഡിയായോന്ന്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എണ്ണം ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു 15 മിനിറ്റ്സ് എടുത്തു കുക്കായി. 15 to 20 മിനിറ്റ്സ്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് മാറ്റിയിട്ട് അടുത്തതോടെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഓയിലൊന്നും ചേരുന്നില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്.
മോമോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് മോമോ സോസ് ഇല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ടൊമാറ്റോ സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അത് നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കമൻറ്റ്സ് പറയാൻ മറക്കരുത്. ഓക്കെ.